യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭയിൽ അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അവരുടെ സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. നമ്മൾ ആ ചർച്ചയിൽ സഭയിൽ പൗരോഹിത്യത്തിന്, അതായത് സഭയിൽ ഒരു കാലഘട്ടത്തിൽ ക്ലറിക്കലിസം അല്ലെങ്കിൽ പൗരോഹിത്യ മേധാവിത്വം കടന്നു വന്നതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. പക്ഷെ എന്നാൽ ആദിമസഭയിൽ ഹയറാർക്കി സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും ഒരു പൗരോഹിത്യ മേധാവിത്വം നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ വിവരങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള ഈ എപ്പിസോഡിൽ ചിന്തിക്കാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആദിമസഭയിൽ ശുശ്രൂഷകർ, അൽമായർക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ടായിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ ഹയറാർക്കി ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് അവിടെ ഒരു പൗരോഹിത്യ മേധാവിത്വ ക്ലറിക്കലിസം ഉണ്ടായിരുന്നില്ല എന്നും നമ്മൾ പറഞ്ഞു. എങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഈ ക്ലറിക്കലിസം സഭയിലേക്ക് കടന്നു വന്ന് എന്നൊന്ന് വെളിവാക്കാമോ? നമ്മൾ അത് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞതിന് ശേഷം സാറ് ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ഉത്തരം തരാമെന്ന് തോന്നുന്നു. ഇതിൽ നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത് സഭയിൽ, ആദിമസഭയിൽ അധികാരത്തിൽ, സഭയുടെ തീരുമാനങ്ങളെടുക്കുന്ന സമിതികളിലും ഈ അൽമായർ പങ്കാളികളായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വന്നത്. ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തന രംഗങ്ങളിൽ, പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തെ സജീവമായിട്ട് സഹായിച്ചിരുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അൽമായരായിട്ടുള്ള ആളുകളുണ്ട്, സാധാരണ വിശ്വാസികളാണ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ വിശ്വാസികൾ, പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ആ ലേഖനത്തിൻ്റെ സമാപന അധ്യായമാണ്. അതിൽ ഒരുപാട് തൻ്റെ ശുശ്രൂഷയിൽ സഹായിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരെക്കുറിച്ച്, ഒരുപാട് വിശ്വാസികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, പേരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ, ഏതൊക്കെ വിധത്തിലാണ് സഹായിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവരെല്ലാം സാധാരണ വിശ്വാസികളാണ്. അപ്പസ്തോലന്മാർ, അവർ എൽഡേഴ്സ് അല്ല, എപ്പിസ്കോപ്പോയി അല്ല, ബിഷപ്പുമാർ, മെത്രാന്മാരല്ല, ഡീക്കന്മാരല്ല. അപ്പോൾ അങ്ങനെയുള്ള അതിൽ ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് ചില സ്ത്രീകളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അവരുടെ ഭവനങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടാനും ഒക്കെ ആയിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. റോമിലെ സഭയിലെ ആളുകളെ സഹായിച്ചിട്ടുണ്ട്, വിശ്വാസികളെ. അപ്പം വിശ്വാസികൾ സജീവമായിരുന്നു എന്നുള്ളതാണ്, ഈ സുവിശേഷ പ്രഘോഷണ രംഗത്ത് സജീവമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പേരുടെ പേര് പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ വചനപ്രഘോഷണ രംഗത്ത് സജീവമായിരുന്ന രണ്ടുപേരെക്കുറിച്ച് പറയുന്നുണ്ട്. വചനപ്രഘോഷണ മേഖലയിലും അൽമായർ സജീവമായിരുന്നു. അതിൽ രണ്ട് പേര് പ്രഷീലയും അക്യൂലയുമാണ്. പ്രഷീല സ്ത്രീയുടെ പേരാണ്, അവരുടെ ഭർത്താവിൻ്റെ പേരാണ് അക്യൂല. ഒന്ന് വായിക്കാവോ? 18:26. അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. അവൻ എന്ന് പറയുന്നത് അപ്പോളോസ് ആണ്. അപ്പോളോസ് എന്ന് പറയുന്ന മനുഷ്യൻ സുവിശേഷം പ്രഘോഷിക്കുന്നു. മാനസാന്തരപ്പെട്ടതിന് ശേഷം സുവിശേഷം പ്രഘോഷിക്കുന്നു. അപ്പോൾ ക്രിസ്തു മാർഗമാണ് അദ്ദേഹം പ്രഘോഷിച്ചത്. അതുകൊണ്ടാണ് അവൻ സിനഗോഗിൽ ധൈര്യപൂർവ്വം, അപ്പോളോസ് സിനഗോഗിൽ ധൈര്യപൂർവ്വം സുവിശേഷം പ്രഘോഷിക്കുന്നു. പിന്നെ
പ്രിഷില്ലയും അക്വിലായും അവൻ്റെ പ്രസംഗം കേട്ടു. അവർ നേരത്തെ ക്രൈസ്തവരായിരുന്നവരാണ്. അവൻ്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതാണ്, അവർ ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായിട്ട് അപ്പോളോസിന് പറഞ്ഞു കൊടുക്കുകയാണ്. സുവിശേഷ പ്രഘോഷകന് കൂടുതൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ആര്? രണ്ട് അൽമായർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഈ അൽമായർ സജീവമായിട്ട് അപ്പസ്തോലന്മാരോട് സഹകരിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ സമൂഹം മുഴുവനും അപ്പസ്തോലന്മാർ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് അവർ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ, അവർക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ധൈര്യപൂർവ്വം അവർ സുവിശേഷം പ്രഘോഷിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇന്നിപ്പം കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നതും അൽമാരുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായമാണ്, അല്ലേ? നമ്മൾ നോക്കുമ്പോഴത്തേക്കും കോൺട്രിബ്യൂട്ട്. പക്ഷേ അപ്പോൾ സുവിശേഷ പ്രഘോഷണ രംഗത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായത്തിലും, ഉദാഹരണമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-9 അധ്യായങ്ങൾ പൗലോസ്ലീഹ പിരിവ് നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സാധാരണ ഇടയിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മറ്റു സഭയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് പിരിവ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളും തരണം. അപ്പോൾ ജെറൂസലേം സഭയിൽ വലിയ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് മറ്റു സഭകളിൽ നിന്ന് അദ്ദേഹം പിരിവ് ചോദിക്കുകയാണ്. ജനറസ് ആയിട്ട് നിങ്ങൾ തരണം എന്ന് പറയുകയാണ്. നിങ്ങൾ തന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പം കളക്ഷൻ അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് സഭയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഈ അൽമായ വിശ്വാസികളുടെ, പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് സഭയിൽ സുവിശേഷ പ്രഘോഷകർ അൽമായരുണ്ടായിരുന്നുള്ള ദീദാഖെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം AD 100 എഴുതപ്പെട്ട, 100-ാം ആണ്ടോടുകൂടി, ചിലർ പറയുന്നത് 80-ലാണ്, ചിലർ പറയുന്നത് 120-ലാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. എന്തോ അതെൻ്റെ ആരാണ് എഴുതിയെന്നുള്ളത് നമുക്കറിയില്ല. അതായത് ഇതൊരു വേദോപദേശ പുസ്തകമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ക്രിസ്ത്യൻ മാനുവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൈപ്പുസ്തകമാണ്. അതിൻ്റെ അകത്ത് വിശ്വാസത്തെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച്, അതുപോലെ വാണ്ടറിങ് പ്രീച്ചേഴ്സ്, സുവിശേഷം പ്രഘോഷിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് കാര്യത്തിലുണ്ട്. അതിൽ അൽമായരായിട്ടുള്ള ആളുകൾ സുവിശേഷം പ്രഘോഷിച്ച് ഇങ്ങനെ ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ വ്യാജപ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്ന് അതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഉപദേശമുണ്ട്, നിർദ്ദേശമുണ്ട് ഇതിനകത്ത് കാര്യം. അപ്പോൾ സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഇവർ സജീവമായിരുന്നു എന്ന് ദിദാക്കയിൽ പറയുന്നൊരു കാര്യമാണ്. ദിദാക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചിങ്, പ്രബോധനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇനി മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു, നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ഈ കൊച്ചുപദേശി എന്നൊക്കെ പറഞ്ഞ ആളുകൾ. തീർച്ചയായിട്ടും. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ട കാര്യം, ആദിമസഭയിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ സത്യവിശ്വാസം തെറ്റുകൂടാതെ പ്രഘോഷിക്കുകയും പാഷണ്ഡതകൾ, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്യുന്ന, അതിനു വേണ്ടിയിട്ട് ഈടുറ്റ ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. അൽമാരുടെ ഇടയിൽ വ്യക്തികളുണ്ടായിരുന്നു. അവർ ചിലരുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ദൈവശാസ്ത്രജ്ഞന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ, പ്രഘോഷകർ, ഒരു പന്തേനൂസ്, ഒറിജിൻ, തെർത്തുല്യൻ, അതുപോലെ തന്നെ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഇവർ അൽമാരായെന്ന് ഓർക്കണം. അത് ദൈവശാസ്ത്രജ്ഞന്മാരിൽപ്പെട്ടവരാ. അതുപോലെ തന്നെ ഈടുറ്റ ഗ്രന്ഥങ്ങൾ രചിച്ചവരാണ് ഇവർ. തെർത്തുല്യന്, ജസ്റ്റിൻ ദ മാർട്ടർ എന്ന രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ. അപ്പോൾ ഇവർ അൽമായരാണ്. അപ്പോൾ ഇങ്ങനെ സഭാസമൂഹത്തിന് വേണ്ടി അതിൽ ചിലർ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദൈവശാസ്ത്ര വിദ്യാപീഠങ്ങൾ അന്നത്തെ കാലത്ത് സ്ഥാപിച്ചിരുന്നവരാണ് ഇവർ. അത് സത്യവിശ്വാസം പഠിപ്പിക്കാനും സത്യവിശ്വാസം പ്രഘോഷിക്കാനായിട്ട് പോകുന്നവരെ അതിന് ഒരുക്കാനും
വേണ്ടിയിട്ടുള്ള സ്കൂളുകളാണ് ഇവർ സ്ഥാപിച്ചെന്ന് ഓർത്തണം. അപ്പം ചുരുക്കത്തിൽ സഭയുടെ ആരംഭത്തിലും ആദ്യ നൂറ്റാണ്ടുകളിലും മെത്രാന്മാരോടും വൈദികരോടും ഒപ്പം സുവിശേഷ വേലയിൽ സജീവമായിട്ട് അതോടൊപ്പം തന്നെ ഭരണകാര്യത്തിലും സഭയുടെ ഭരണകാര്യത്തിലും അൽമായർ സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആരംഭത്തിൽ. പക്ഷേ സാറ് ചോദിച്ച ഒരു കാര്യം, എപ്പോഴാണ് ഇതിന് മാറ്റം വന്നത്? സാറ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഒരു ക്ലറിക്കലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുരോഹിത മേധാവിത്വം എന്നാണ് സഭയിൽ കടന്നുകൂടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ, അതായത് 3 നൂറ്റാണ്ട് വരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, സാധാരണ ജീവിതം നയിച്ചിരുന്ന, സാധാരണ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഈ മെത്രാന്മാർ, വൈദികർ, ഡീക്കന്മാർ അവർ സാധാരണ വിശ്വാസികളുടെ പോലെ അഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുമൊക്കെ ആയിട്ടൊക്കെ ജീവിച്ചിരുന്നു. പക്ഷേ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമർപ്പണം, അവരുടെ ആത്മീയത, പിന്നെ അവർക്ക് അവരുടെ വിളി അനുസരിച്ച് കിട്ടിയിരിക്കുന്ന ദൗത്യ നിർവഹണം, അപ്പോൾ ഇതിലാണ് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എപ്പോഴാണ് ഈ സഭയിൽ മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റൈൻ്റെ മാനസാന്തരത്തോടു കൂടിയാണ് ഇതിന് സഭയിലൊരു വ്യത്യാസം വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റൈൻ്റെ മാനസാന്തരം പറയുന്നത് AD 312 പറയുന്നു. അപ്പോൾ അദ്ദേഹം ഈ ക്രൈസ്തവനായി തീർന്ന് ക്രിസ്തു മതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു മതത്തിന്, അതുവരെയും ക്രിസ്തു മതം പീഡിപ്പിക്കപ്പെട്ട ഒരു മതമായിരുന്നു റോമ സാമ്രാജ്യത്തിലെ എല്ലായിടത്തും. ഇപ്പം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഒരുപാട് മതമർദ്ദനങ്ങൾ ഏറ്റിരുന്നുള്ളത്, അത് തുടർന്നു. പക്ഷെ അദ്ദേഹം എന്താ വെച്ചാൽ മതത്തിന്, ക്രൈസ്തവ മതത്തിന് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് റോമ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മഹത്വം അദ്ദേഹം, ക്രിസ്തു മതം അതിൻ്റെ മഹത്വമുള്ളൊരു മതമാണെന്നും അത് പ്രചരിപ്പിക്കണമെന്നും ഒക്കെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള സംവിധാനവും അദ്ദേഹം ചെയ്തു. എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ഒരുക്കി കൊടുത്തു. സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ സഭാ സമൂഹത്തിന്, വിശ്വാസികളുടെ സമൂഹത്തിനെല്ലാം പൊതുവായിരുന്നെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഈ നേരത്തെ പീഡനങ്ങളുടെ മതവർദ്ധനത്തിൻ്റെ കാലത്തൊക്കെ റോമാ സാമ്രാജ്യത്തിലെ അധികാരികൾ ഇത് പിടിച്ചു വരുന്നു. സ്വന്തം എന്ന് പറഞ്ഞാൽ അതൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്ത് കണ്ടുകെട്ടിയിരുന്നു. അപ്പോൾ ആ കണ്ടുകെട്ടിയ സ്വത്തുക്കളെല്ലാം തിരിച്ചു കൊടുത്തു. വലിയ സ്വത്തുക്കളൊന്നും ഇല്ലെങ്കിൽ പോലും തിരിച്ചു കൊടുക്കുക മാത്രമല്ല, വസ്തുവകകൾ സഭയ്ക്ക് കൂടുതൽ ദാനമായിട്ട് കൊടുത്തു. അപ്പോൾ ഒരു സ്വകാര്യ സ്വത്തിലേക്ക് വന്നു. ദാനമായിട്ട് കൊടുത്തു, സഭയുടെ സ്വത്ത് എന്ന് പറയുമ്പോഴത്തേക്കും. മാത്രമല്ല ഈ വൈദികർക്ക് ഒരുപാട് ആനുകൂല്യവും കൊടുത്തു. മെത്രാന്മാർക്കും വൈദികർക്കും കുറേശ്ശൊക്കെ ആനുകൂല്യം കൊടുക്കാൻ തുടങ്ങി. അതിൽ വലിയൊരു ആനുകൂല്യം എന്ന് പറയുന്നത് അവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ, അതായത് ഈ സിവിൽ ആയിട്ടുള്ള മറ്റ് രംഗങ്ങളിൽ, സിവിൽ രംഗത്തുള്ള ഈ അധികാരികളുടേതായിട്ടുള്ള അവകാശങ്ങളുമൊക്കെ ആധ്യാത്മിക രംഗത്തേക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഒക്കെ നൽകാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ രാജാവിൻ്റെ, ഇപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള ഒരു മേഖലയിൽ വ്യാപരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഒരു മഹത്വം കിട്ടത്തക്ക വിധത്തിൽ പിന്നെ വൈദിക വസ്ത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും, കാരണം വൈദികൻ്റെ വിളി എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം വലുതാണ്. അപ്പോൾ ആ ഒരു മഹത്വത്തിന് പറ്റിയ രീതിയിലുള്ള വസ്ത്രങ്ങളും അതൊക്കെ വെളിവാക്കുന്ന രീതിയിൽ അധികാരവും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറേശ്ശെ, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ആഡംബരത്തിൻ്റെ ജീവിതവും ഒക്കെ കുറേശ്ശെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. അപ്പം പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് വരുന്ന ചക്രവർത്തിമാരും എല്ലാം ഇതുപോലെ സഭയെ വളർത്താനായിട്ടൊക്കെ ശ്രമിക്കുകയും പിന്നീട് സംഭവിക്കുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ സംവിധാനം സഭയിലേക്ക്
കടന്നുകൂടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം സഭാശരീരത്തിലെ അവിഭാജ്യ ഘടകമായിട്ട് പിന്നീട് എന്താണ് ഈ അൽമായര് തോന്നിയില്ല. അൽമായരെ അങ്ങനെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് കമ്പാർട്ട്മെന്റൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതായി. അപ്പോൾ സാധാരണ വിശ്വാസികളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ്. ഞങ്ങൾ മാറി നിൽക്കേണ്ട ഒരു ഗണമാണെന്ന് പുരോഹിതർക്ക് തോന്നി. അവരിൽ നിന്നൊക്കെ വ്യത്യാസം, കാരണം പല കാര്യങ്ങളിൽ അവകാശ അധികാരങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അവർക്ക് ടാക്സ് കൊടുക്കണം, ഇവർക്ക് ടാക്സ് കൊടുക്കണ്ട. വസ്ത്രത്തിൽ തന്നെയുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ വന്നു വരുമ്പോഴത്തേക്കും തങ്ങളൊരു പ്രത്യേക ഗണമായിട്ട് എലൈറ്റ്, അത് തന്നെ കൃത്യമായിട്ട് പറയുമ്പോൾ ഒരു എലൈറ്റ് ഗ്രൂപ്പായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നീട് കാലക്രമത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളെന്ന് പറയുന്നത് അജ്ഞരായിട്ടുള്ള ആളുകളായിട്ട് മാറി. അങ്ങനെ ഒരു പരിഗണിച്ചിരുന്നു വിശ്വാസത്തെക്കുറിച്ചും. പിന്നെ ഇവരെ ഇങ്ങനെ സഭയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് പിന്നെ തങ്ങൾ അജ്ഞരാണെന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് അവർക്കും തോന്നിയിട്ടുണ്ടാകാം. ഒരു ഡിപ്പെൻഡൻസി, ആശ്രയബോധം വരുന്നുണ്ട്. അപ്പം ബലിയർപ്പണത്തിന് പുരോഹിതൻ ബലിയർപ്പിക്കുന്നു. മറ്റേതെല്ലാവരും കൂടി അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിച്ചു കൂട്ടുന്ന എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ ബലിയർപ്പണത്തിനും ഒക്കെ പുരോഹിതൻ്റെ സ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തു. അവരോടൊപ്പം തന്നെ കാഴ്ചക്കാരായിട്ടും കേൾവിക്കാരായിട്ടും മാറി. ഭരണ സംവിധാനത്തിൽ നിന്ന് ഇവർ മാറ്റപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പിന്നീട് കാലക്രമത്തിൽ നൂറ്റാണ്ടുകളോളം ഇത് തുടർന്നുള്ളതാണ്. അതിനിടയ്ക്ക് തുടങ്ങിയിട്ടുള്ള അതിന് ഇടയ്ക്ക് സംഭവിച്ചിട്ടുള്ള സൂനകദോസുകളും എല്ലാം ഈ മെത്രാന്മാർക്കും അതുപോലെ തന്നെ വൈദികർക്കും ഉള്ള പ്രാധാന്യത്തെ കൂടുതലായിട്ട് വെളിപ്പെടുത്തുകയും അവരുടെ അവകാശാധികാരങ്ങളെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൽമായരെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ട്, കാരണം ഇവർ പുരോഹിതൻ്റെ ശുശ്രൂഷ സ്വീകരിക്കേണ്ടവരാണെന്നും പുരോഹിതൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കേൾവിക്കാരാണെന്നും ഒക്കെയുള്ള ആ ഒരു തലത്തിലാണ് അൽമായരെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രഘോഷണത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അത് കാനൻ നിയമങ്ങളിൽ പോലും അങ്ങനെയാണ്. നമ്മളൊരിക്കൽ കാനൻ നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ 1917 സഭയിൽ അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. കാനൻ നിയമങ്ങളുണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സഭാ നിയമങ്ങളിലാണല്ലോ കാനൻ നിയമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചത് 1917 ആദ്യമായിട്ട്. അപ്പോൾ 1917 ക്രോഡീകരിക്കപ്പെട്ട കാനൻ നിയമത്തിൽ പോലും അൽമായരെക്കുറിച്ച് അവരുടെ ദൗത്യത്തെക്കുറിച്ച് കാര്യമായിട്ട് പ്രതിപാദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാനനിലോ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അൽമായരെക്കുറിച്ച്, അവരുടെ ദൗത്യത്തെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവരുടെ അധികാരങ്ങളെക്കുറിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് കാലത്തിലുള്ള വ്യത്യാസം ഉള്ളൊരു കാര്യമാണ്. പക്ഷേ 1917 ക്രോഡീകരിക്കപ്പെട്ടുള്ള കാനൻ ലോയിൽ ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികളെന്ന് പറയുമ്പോഴത്തേക്കും വൈദികർക്ക് വിധേയപ്പെട്ട് അവരുടെ പ്രബോധനം സ്വീകരിച്ച് അവർ അർപ്പിക്കുന്ന ബലികളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുത്ത് അവയുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് വാസ്തവത്തിൽ. പണ്ട് എല്ലാം ഒരുമിച്ചായിരുന്നു, എല്ലാം പങ്കാളികളായിരുന്നു. ഇപ്പോൾ അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ. അതെ, സിനഡാലിറ്റി ആയിരുന്നു പണ്ട്. അങ്ങനെയായിരുന്നു, ഒരുമിച്ചുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് റോൾ ഉണ്ടായിരുന്നു ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എന്നാണ് ഈ ഒരു സമീപനത്തിൽ നിന്ന് ഒരു മാറ്റം വന്നത്? വീണ്ടും പഴയയിലേക്ക്, ഈ ആദിമസഭയിലെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന. അതെ, അങ്ങനെ ഒരു അവസ്ഥ വന്നു. അത് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചോളെ 2-ാം വത്തിക്കാൻ സുനകദോസോടു കൂടിയാണ് ദീർഘനാളായിട്ട് നിലവിലുണ്ടായിരുന്ന ഈ മുമ്പ് പറഞ്ഞ ഒരു പുരോഹിത മേധാവിത്വ ആ ഒരു ശൈലിയിൽ നിന്ന് മാറ്റം വന്നെന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അവിടെ എന്താണ് അതിലുള്ള മാറ്റം എന്ന് പറയുന്നത്?
എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബൈബിൾ ദർശനം ഉണ്ടാവുകയാണ്. നേരത്തെ ഉണ്ടായതാണ്, അത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ദർശനം, ഒരു പുതിയ ദർശനം എന്ന് പറയാൻ പറ്റിയല്ല, പഴയ ആ ദർശനം അത് പ്രാക്ടീസ് ചെയ്യപ്പെട്ട 3 നൂറ്റാണ്ട് വരെ നിലവിലുണ്ടായിരുന്ന ആ ദർശനത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു ബോധ്യം രണ്ടാം വത്തിക്കാൻ സുനകദോസോടുകൂടി ഉണ്ടാവുകയാണ്. ആ ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു കാര്യം, സഭ ദൈവജനമാണെന്നുള്ള കാഴ്ചപ്പാടാണ്. അത് നമ്മൾ 1 പത്രോസ് 2:9 പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ്, സഭയെന്ന് പറയുന്നത് ദൈവജനമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കുള്ള ആ ഒരു അവയർനെസ്സിലേക്ക്, അത് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ആദിമസഭയിൽ നിലവിലുണ്ടായിരുന്ന ആ ബോധ്യത്തിലേക്ക് വീണ്ടും ഈ രണ്ടാം വത്തിക്കാൻ സുനകദോസി വരികയാണ്. അതാണല്ലോ ലൂമൻ ജൻസിയത്തിൽ പറയുന്നത്. അത് തന്നെ ലൂമൻ ജൻസി തിരുസഭ എന്ന് പറയുന്ന ആ പ്രമാണരേഖയിൽ ജനതകളുടെ പ്രകാശം ആണ്. അതിൽ രണ്ടാമത്തെ അധ്യായത്തിൽ സാർ അതൊന്ന് വായിക്കുകയാണെങ്കിൽ 31-ാമത്തെ വാക്യത്തിൽ 31-ാമത്തെ ഖണ്ഡികയിൽ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് അൽമായരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ സാറേ? തിരുപ്പട്ടം സ്വീകരിക്കാത്തവരോ സഭ അംഗീകരിച്ചിട്ടുള്ള സന്യാസ സഭകളിൽ പെടാത്തവരോ ആയ എല്ലാ വിശ്വാസികളെയുമാണ് അൽമായർ എന്ന നാമത്താൽ വിവക്ഷിക്കുന്നത്. മാമോദീസ വഴി അവർ ക്രിസ്തുവിനോട് ചേർന്ന് ഒരു ശരീരമായി തീരുന്നു, ദൈവത്തിൻ്റെ ജനമായി രൂപം കൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും പ്രവാചകത്വത്തിലും രാജത്വത്തിലും സ്വകീയമായ രീതിയിൽ അവർ പങ്കുകാരാകുന്നു. അതെ, അപ്പോൾ അതാണ് ഏറ്റവും അതിനകത്ത് ഇവിടത്തെ നെഗറ്റീവായിട്ട് ഇതിനകത്ത് പറഞ്ഞ പൗരോഹിത്യം സ്വീകരിക്കാത്തവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ, അതായത് വേറൊരു വാക്കി പറയുകയാണെങ്കിൽ, പൗരോഹിത്യം സ്വീകരിച്ചവരും സഭ അംഗീകരിച്ചിട്ടുള്ള സന്യാസ സഭകളിൽ അംഗങ്ങളായവരും ഒഴികെയുള്ള മാമോദീസ സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗങ്ങളായിത്തീർന്ന എല്ലാ വിശ്വാസികളും അൽമായർ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അവരാണ് അൽമായർ. അപ്പോൾ ഇവർ ദൈവജനത്തിൻ്റെ ഭാഗമാണ്, ദൈവജനമാണ് എന്നുള്ളതാണ്. ഈ ദൈവജനം എന്താണ്? ഈ ദൈവജനം എന്ന് പറയുന്നത് വൈദികർ, സന്യസ്തർ, അൽമായർ ഉൾപ്പെടുന്നതാണ് ദൈവജനം എന്ന് പറയുന്ന ഒരു കാര്യം. പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ വൈദികരും വിശ്വാസികളും അല്ലേ? അപ്പോൾ അത് നമ്മുടെ ആ പ്രയോഗം ഒരു ശരിയായിട്ടുള്ള പ്രയോഗമല്ല. വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളും എന്ന് പറയുന്നു. വിശ്വാസികളെ കടത്തി വേറൊരു തട്ടിലാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിശ്വാസികളും എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന അൽമായരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛന്മാരും മെത്രാന്മാരും സന്യസ്തരും ഒക്കെ വിശ്വാസികളിൽ പെടുന്നതാണ്. അപ്പം വിശ്വാസികൾ ദൈവജനത്തിൽ പെടുന്നവരാണ്. ഈ പറയുന്ന സഭയിൽ മാമോദീസ സ്വീകരിച്ച എല്ലാവരും ദൈവജനത്തിലാണ്. ആ ദൈവജനത്തിൽ ഈ പറയുന്ന വൈദികരും സന്യാസ സഭാ സമൂഹങ്ങളിൽ ഉള്ളവരും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എന്നുള്ള കാര്യമാണ് ഈ ഡിഗ്രി പറയുന്ന തിരുസഭ എന്ന് പറയുന്ന ഡിഗ്രിയിൽ. അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് സമയമുണ്ടെങ്കിൽ, അതിൽ ഇവർ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ ഈ അൽമായർ പങ്കുചേരുന്നു, 3 ദൗത്യത്തിൽ. അപ്പോൾ നമുക്ക് ഈ ചിന്ത നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് തുടരാൻ വെച്ചാൽ നമുക്കിപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ സമയമായി. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സഭയിലെ അൽമായരുടെ പങ്കാളിത്തവും അതോടൊപ്പം ഒരു കാലഘട്ടത്തിൽ ആദിമ ക്രൈസ്തവ സഭയ്ക്ക് ശേഷം പിന്നീട് സഭയിൽ ഒരു തരത്തിലുള്ള പൗരോഹിത്യ മേധാവിത്വം കടന്നു വന്നതിനെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തൈലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും
സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.